ആയിരങ്ങൾ തെരുവിലിറങ്ങി, പക്ഷെ ഒരാളുടെ ജീവനും പോയില്ല. നീറ്റ് പ്രതിഷേധത്തിൽ പോലീസിനെ ശക്തമായി തന്നെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ ചുറ്റിപ്പറ്റിയ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധവുമായി കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ആണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രതിഷേധം കൈകാര്യം ചെയ്ത ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ വിമർശനം ഉയരുമ്പോൾ വൻ ജനക്കൂട്ടം ഉണ്ടായിട്ടും ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല, ആർക്കും ഗുരുതര പരിക്കേറ്റിട്ടില്ല എന്ന ഒരു ശക്തമായ വാദമാണ് അദ്ദേഹം ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകരും പങ്കെടുത്ത പ്രതിഷേധം അത് നിയന്ത്രിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആർക്കും ഒരാപത്തും ഉണ്ടാവുകയും ചെയ്തില്ല. ഗുരുതരമായ പരിക്കുകളോടോ അത് അത്തരത്തിൽ ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടാകാൻ, ഗുരുതരമായ പരിക്കുകളോടെ ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായില്ല എന്നും പ്രതിഷേധത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പോലീസ് പരമാവധി തന്നെ അവിടെ ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ അതിനെ സംയമനത്തോടു കൂടി തന്നെ ഇടപെട്ടു എന്നതാണ് കേന്ദ്രമന്ത്രി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് റിജിജു രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിനെതിരെയും ശക്തമായ ഒരു ആക്രമണം തുറന്നുവിട്ടിരിക്കുന്നത്. മുൻ കോൺഗ്രസ് ഭരണകാലത്തെ പ്രതിഷേധങ്ങളുമായി നിലവിലെ സംഭവത്തെ താരതമ്യം ചെയ്ത അദ്ദേഹമാകട്ടെ അന്നത്തെ രീതി ആയിരുന്നുവെങ്കിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്ത കോൺഗ്രസ് ഭരണകാലത്തെ നടപടികളും അടിയന്തരാവസ്ഥകളുടെ ചരിത്രവും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രമന്ത്രിയാകട്ടെ പ്രതിഷേധത്തിന് മറുപടി നൽകിയത്. പ്രത്യേക തെലങ്കാന സംസ്ഥാന പ്രക്ഷോഭം ഉൾപ്പെടെ തന്നെ മുൻകാല പ്രതിഷേധങ്ങളിൽ പോലീസ് അവിടെ വെടിവെപ്പിൽ ആളുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിലവിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ വെടിവെപ്പിലേക്ക് പോകാതെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന പ്രധാന പ്രതിരോധ വിഷയമായി തന്നെ മാറുന്നത്. പ്രതിഷേധത്തിനിടെ തന്നെ ചിലർ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പാർലമെന്റിലേക്ക് ആക്രമിച്ചു കടക്കാൻ ശ്രമിച്ചു എന്നതാണ് റിജിജുവിന്റെ ആരോപണം. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടി, ഭീം ആർമി, സമാജ്വാദി പാർട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ് പോലീസ് ആവശ്യമായ ബലപ്രയോഗം നടത്തിയതെന്നും പറയുന്നുണ്ട്. മുൻ കോൺഗ്രസ് സർക്കാരുടെ കാലത്ത് തന്നെ പ്രതിഷേധത്തിലെ ക്രൂരമായ പോലീസ് നടപടിയുമായി നിലവിലെ സാഹചര്യത്തെ താരതമ്യം ചെയ്യുകയായിരുന്നു ഇവിടെ അദ്ദേഹം ഈ പ്രതികരണം ഉന്നയിച്ചതും. ഇത്തരം ഒരു പ്രതിഷേധം കോൺഗ്രസ് ഭരണകാലത്താണ് നടന്നിരുന്നത് എങ്കിൽ വെടിവെപ്പിലൂടെ തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞേനെ എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. പ്രതിഷേധകർക്ക് നേരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്നും പ്രത്യേക തെലങ്കാന സംസ്ഥാന പ്രക്ഷോഭത്തിൽ അതിൽ ഉൾപ്പെടെ തന്നെ വെടിവെപ്പിൽ ആളുകൾ കൊല്ലപ്പെട്ട ചരിത്രം ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സമരത്തിൽ ഒരിടത്ത് പോലും വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നും ഇത്തരത്തിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം എടുത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചില പാർട്ടികളാകട്ടെ അവിടെ വലിയ രീതിയിൽ പാർലമെന്റിലേക്ക് ആക്രമിച്ചു കടക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ചില നിക്ഷിപ്ത താല്പര്യക്കാർ പ്രതിഷേധകരെ ആക്രമണത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ തന്നെ തടയാൻ കഴിഞ്ഞതായും റിജിജു വ്യക്തമാക്കി. രാജ്യത്തെ യുവ തലമുറയുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസ പരിരക്ഷകൾക്കുമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അതിനെതിരെ കർശന നടപടികൾ ഉറപ്പാക്കും. വിദ്യാർത്ഥികളുടെ വികാരങ്ങളെ പൂർണ്ണമായും തന്നെ മാനിക്കുന്നുണ്ട് എന്നും എന്നാൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ആക്രമണങ്ങളോട് സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും കണക്കാക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.